ഇടുക്കി ജില്ലയിൽ യുഡിഎഫിന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ മുൻ ഡിസിസി പ്രസിഡന്റ് റോയ് കെ പൗലോസ് സീറ്റ് ഉറപ്പിച്ചതായി റിപ്പോർട്ട് വരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊടുത്ത ഇടുക്കി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇല്ലാതിരുന്നിട്ട് കൂടി റോയ് കെ പൗലോസ് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. അവസാന നിമിഷം വരെ ജോയി വെട്ടിക്കുഴിക്ക് സീറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയാണ് റോയ് കെ പൗലോസിന് നറുക്ക് വീണിരിക്കുന്നത്. കോൺഗ്രസിൽ കെ.സി. വേണുഗോപാൽ വിഭാഗം പിടിമുറുക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ പീരിമേട്, ഉടുമ്പൻചോല, ദേവികുളം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കി ചെറുതോണിയിൽ നിന്നും ബിജു വൈശൻപറമ്പിൽ ചേരുന്നു. ബിജു, യുഡിഎഫിന് ഇടുക്കിയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നു. പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും ഇടുക്കി നിയോജക മണ്ഡലത്തിൽ മുൻ ഡിസിസി പ്രസിഡന്റ് കൂടിയായ റോയ് കെ പൗലോസിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ബിജു? ഷിബിൻ, ഏറെ ആശങ്കകൾക്കും അതിലേറെ കാത്തിരിപ്പുകൾക്കും വിരാമമായിക്കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം യുഡിഎഫിൽ പൂർണ്ണമായി വരുന്നത്. എങ്കിൽ തന്നെയും ഇവിടെ സീറ്റ് ഉറപ്പിച്ചു എന്ന് പറയുവാനേ നമുക്ക് തരമുള്ളൂ. ഒരിടത്തും സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇടുക്കി നിയോജക മണ്ഡലം തന്നെ ആദ്യം എടുക്കാം. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഈ നേരം പുലരുന്നത് വരെയും ജോയി വെട്ടിക്കുഴിക്ക് സീറ്റ് ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും അതനുസരിച്ചുള്ള പബ്ലിസിറ്റിയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിക്കൊണ്ട് ഡിസിസിയുടെ മുൻ അധ്യക്ഷൻ റോയ് കെ പൗലോസ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു എന്ന വാർത്തകൾ അല്ലെങ്കിൽ ഒരു വിവരമാണ് നമുക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് അറിയുവാൻ സാധിക്കുന്നത്. റോയ് കെ പൗലോസിനാണ് സീറ്റ് എന്ന രീതിയിലേക്കൊക്കെ വാർത്തകൾ പുറത്തു വരുന്നു. അവസാന നിമിഷം വരെ ജോയി വെട്ടിക്കുഴിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആണ് വാദിച്ചത്. അദ്ദേഹം ജോയി വെട്ടിക്കുഴി സ്ഥാനാർത്ഥിയാകണം എന്ന രീതിയിൽ ഉറച്ചു നിന്നു. രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാണ് ഡീൻ കുര്യാക്കോസ്. അദ്ദേഹം ശക്തമായി തുടക്കം മുതൽ തന്നെ വാദിച്ചു. എന്നാൽ കെ.സി. വേണുഗോപാലിന്റെ കടുംപിടുത്തമാണ് റോയ് കെ പൗലോസിലേക്ക് എത്തുന്നത് എന്നാണ്. ഇന്നലെ രാത്രിയിൽ കൂടി സാമുദായിക സന്തുലനാവസ്ഥയൊക്കെ പരീക്ഷിച്ചു. അവിടെ 2% മാത്രമേ ഉള്ളൂ യാക്കോബായ സമുദായം ഇടുക്കി നിയോജക മണ്ഡലത്തിൽ. ആ സമുദായത്തിൽപ്പെട്ടയാളാണ് റോയ് കെ പൗലോസ്. അതുകൊണ്ട് തന്നെ RC വിഭാഗത്തിൽപ്പെട്ട ജോയി വെട്ടിക്കുഴിക്ക് കൊടുക്കണം എന്ന രീതിയിലേക്കാണ് അവസാന വട്ടം വന്നത്. അപ്പോഴാണ് ഇന്നലെ നമ്മൾ എല്ലാ വാർത്തകളിലൂടെ കണ്ടതാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ചില കാര്യത്തിൽ അതൃപ്തി അറിയിക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, കൊച്ചി ഉൾപ്പെടെ കണ്ണൂർ ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. സുധാകരന്റെ കാര്യത്തിലും ഒക്കെ ഉണ്ട്. അപ്പോഴും നമ്മൾ കണ്ടതാണ് ഏറ്റവും അവസാനം കൊച്ചിയും ഇടുക്കിയുമാണ് കീറാമുട്ടിയായി മാറിയത്. അവിടെയും സാമുദായിക സന്തുലനാവസ്ഥ നോക്കിയെങ്കിൽ പോലും കെ.സി. വേണുഗോപാലിന് AICCയിലുള്ള ബന്ധം നമുക്കറിയാം. AICC വർക്കിംഗ് സെക്രട്ടറി ആണ് കെ.സി. വേണുഗോപാൽ. കെ.സി. ആണ് ഇവിടെ ശക്തമായി പിടിമുറുക്കിയത്. ആ ഒരു കാര്യത്തിൽ അവസാന ഘട്ടം ഡീൻ കുര്യാക്കോസിന് മടിയുറവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ അറിയേണ്ട മറ്റൊരു കാര്യം, ഇടുക്കി നിയോജക മണ്ഡലത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും നൽകിയ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പട്ടികയിൽ റോയ് കെ പൗലോസ് ഇല്ലായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ പീരുമേട്ടിൽ നിന്നും നൽകിയ ലിസ്റ്റിൽ റോയ് കെ പൗലോസിന്റെ പേര് ഉണ്ടായിരുന്നു. അവിടെ തെറ്റിദ്ധരിക്കുവാൻ ഇടവരരുത്. അതുകൊണ്ട് ഇടുക്കിയിൽ നിന്നും നൽകിയ പേരിൽ റോയ് കെ പൗലോസിന്റെ പേര് ഇല്ലായിരുന്നു. പക്ഷെ അവസാന നിമിഷം എത്തിയപ്പോൾ ആ സീറ്റിലേക്ക് എത്തുമ്പോൾ അത് റോയ് കെ പൗലോസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ 2ാം ഘട്ട ലിസ്റ്റ് പുറത്തു വരും എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജോയി വെട്ടിക്കുഴിക്ക് വിനയായത് 2 കാര്യമാണ്. ഒന്ന് കെ.സി. വേണുഗോപാലിന്റെ നിലപാട്, മറ്റൊന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പുമാണ് ജോയി വെട്ടിക്കുഴിക്ക് എതിരായി വന്നിരിക്കുന്നത്. കാരണം ജോയി വെട്ടിക്കുഴി 1.5 മാസം മുൻപ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കേരള കോൺഗ്രസ് ഇടുക്കി സീറ്റിൽ വിജയിക്കുവാൻ സാധ്യതയില്ല എന്ന ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം UDFന്റെ ഇടുക്കി ജില്ലാ ചെയർമാൻ ആയിരിക്കുകയാണ് എന്നുള്ളതാണ് കേരള കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഒടുക്കം ആ സീറ്റ് ജോയി വെട്ടിക്കുഴിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ ഒരു പ്രതിസന്ധി ജോയി വെട്ടിക്കുഴിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും കെ.സി. വേണുഗോപാലിന്റെ ഇടപെടൽ തന്നെയാണ് ജോയി വെട്ടിക്കുഴിക്ക് വിനയായി മാറുന്നത്. നമുക്ക് ഇടുക്കിയിൽ നിന്ന് മാറി ഇടുക്കി നിയോജക മണ്ഡലം വെച്ച് ജില്ലയിലേക്ക് ഒന്ന് UDFന്റെ സ്ഥാനാർത്ഥിത്വം പരിശോധിച്ചാൽ പീരുമേട്ടിലേക്ക് എത്താം. പീരുമേട്ടിൽ സിറിയക് തോമസ് ഏകദേശം സീറ്റ് ഉറപ്പിച്ച മട്ടിൽ തന്നെ എത്തിയിരിക്കുന്നു. നമ്മൾ ഉറപ്പിച്ചു എന്ന് പറയുന്നത് ഔദ്യോഗിക പട്ടിക പുറത്ത് അവർ പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെങ്കിലും ഇതെല്ലാം സ്ഥാനാർത്ഥികൾ അവരൊക്കെ തന്നെ ആയിരിക്കും. പീരുമേട്ടിൽ സിറിയക് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവികുളത്തേക്ക് എത്തിയാൽ S. രാജ ആണ് സീറ്റ് ഉറപ്പിക്കുന്നത്. പലപ്പോഴും ആൾക്കാർക്ക് മാറിപ്പോകും. CPMന്റെ സ്ഥാനാർത്ഥി A. രാജയാണ്. UDFന്റെ S. രാജയാണ്. അവിടെ ഒരു സാമുദായിക ഇത് നോക്കി അപ്പോൾ ഒരു സെയിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ തന്നെയാണ് LDF UDF നടത്തുന്നത്. അതുപോലെ തന്നെ ഉടുമ്പൻചോലയിലേക്ക് വരാം. ഉടുമ്പൻചോലയാണ് വലിയ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആദ്യം സേനാപതി വേണുവിന്റെയും KS അരുൺകുമാറിന്റെ ഒക്കെ പേരുകൾ ഇങ്ങനെ മീഡിയകളിൽ നിറഞ്ഞു നിന്നു. ഒടുക്കം അത് മിനി പ്രിൻസിലേക്ക് എത്തുകയായിരുന്നു ചെയ്യുന്നത്. അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇബ്രാഹിംകുട്ടി കല്ലാറിന്റെയും സേനാപതി വേണുവിന്റെയും
എം എൻ ഗോപിയുടെയും KS അരുണിന്റെയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുക്കം അത് മിനി പ്രിൻസിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു വാർത്തകള്. എന്നാൽ ഇപ്പോൾ ഇതാ ഈ അവസാന നിമിഷത്തിൽ നമ്മൾ പറയേണ്ടത് കപ്പിനും ചുണ്ടിനുമിടയിൽ മിനി പ്രിൻസിന് അവിടെ സീറ്റ് നഷ്ടമാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അവിടെ സേനാപതി വേണു തന്നെ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത തെളിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊടുപുഴയിലേക്ക് പോകാം. തൊടുപുഴയിലെത്തിയാൽ PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫോടെ UDF സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വീണ്ടും നമുക്ക് ഇടുക്കിയിലേക്ക് വരുമ്പോൾ റോഷി അഗസ്റ്റിനെതിരെ ശക്തമായ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നാൽ കോൺഗ്രസ് ഇവിടെ നേടും എന്ന ഉറപ്പിലായിരുന്നു UDFന്റെ വാദം. അതുകൊണ്ട് തന്നെ 5 വർഷത്തേക്ക് മാത്രമാണ് സീറ്റ് വിട്ടുകൊടുത്തത് എന്ന് PJ ജോസഫ് പറയുമ്പോൾ വോട്ടർമാർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാകുന്നു. കേരള കോൺഗ്രസിനോട് ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാകുന്നു. ഈ 5 വർഷക്കാലം ഇവിടെ UDF ജയിച്ചു വന്നാൽ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ വീണ്ടും കോൺഗ്രസ് സീറ്റുകൾ അവകാശപ്പെടുമോ എന്ന ഒരു സംശയം, ഒരു ആശങ്ക കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഇവിടുത്തെ വോട്ടെടുപ്പിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ്. അതൊക്കെ വരുന്ന ദിവസം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും ഇടുക്കിയിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2021 റോഷി അഗസ്റ്റിന് ആകെ പോൾ ചെയ്ത വോട്ടിന് 47.5% വോട്ടുകൾ നേടി. 62,368 വോട്ടുകളാണ് നേടിയത്. അന്ന് ഓപ്പോസിറ്റ് ആയിരുന്ന കരുത്തനായ സ്ഥാനാർത്ഥി, UDFന്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹം 56,795 വോട്ടുകളാണ് നേടിയത്. അന്ന് NDAയിലെ സംഗീത വിശ്വനാഥൻ 9,286 വോട്ടുകൾ നേടി. ഞാൻ ഈ കണക്ക് പറയാൻ കാരണം ഇപ്പോൾ റോഷി അഗസ്റ്റിന് നിലവിലുള്ള ഭൂരിപക്ഷം 5,573 അതിന് മുൻവർഷം 2016 ഉണ്ടായിരുന്നത് 20,000 വോട്ടുകളോളം അടുത്താണ്. അപ്പോൾ UDF കാണുന്നത് റോഷി അഗസ്റ്റിയുടെ ഭൂരിപക്ഷം 5,573 എത്തിക്കുന്നു. കോൺഗ്രസ് ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സീറ്റ് പിടിച്ചെടുക്കാമെന്ന് തന്നെയാണ്. പക്ഷേ UDFന് അനുകൂലമായി വന്നപ്പോഴേക്കാണ് ഈ സീറ്റ് വിഭജനത്തിൽ ഉണ്ടായ ഒരു തർക്കം. അത് വലിയ ഒരു കീറാമുട്ടിയായി തന്നെ UDFനുള്ളിൽ അവശേഷിക്കുന്നു. റോഷി അഗസ്റ്റിൻ സ്വാഭാവികമായും മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിക്കഴിഞ്ഞു. ഇന്നലെ കൊന്നത്തടിയിലും കാമാച്ചിയിലും വാർത്തക്കുടിയിലും കട്ടപ്പനയിലും ഉൾപ്പെടെ അദ്ദേഹം വ്യാപാര കേന്ദ്രങ്ങളും സാമുദായിക നേതാക്കളെയും ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയും റോയ് കെ പൗലോസിന് മുൻപിലുള്ളത് ഇതിനൊപ്പം ഓടിയെത്തുക എന്നുള്ള വലിയൊരു ദൗത്യം തന്നെയാണ്. അവിടെയും പറയേണ്ടിയിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്നും നഗരസഭ എക്കാലം UDFന് കൂടുന്ന ജോയി വെട്ടിക്കുഴിയുടെ നിലപാടുകൾ റോയ് കെ പൗലോസിന്റെ വിജയത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം കേരള കോൺഗ്രസിന്റെ നിലപാട് കൂടി കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കപ്പിനും ചുണ്ടിനുമിടയിൽ ജോയി വെട്ടിക്കുഴിക്കും മിനി പ്രിൻസിനും സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരി.